ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൈനാപ്പിൾ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ഇതിന് ജലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് പൈനാപ്പിൾ വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേറെ ചെറിയ പീസാക്കുകയായിരുന്നെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത്. ഇതൊന്ന് അടച്ച് വെക്കാം. പഞ്ചസാരയൊക്കെ മെൽറ്റായി പൈനാപ്പിളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം പൈനാപ്പിളിലേക്ക് പിടിച്ച് കിട്ടുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ചെറിയ രീതിയിലുള്ള വെള്ളമുള്ളൂ, അത് കുഴപ്പമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സോസ് പാൻ എടുത്ത് അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാല് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 തവി പാല് കസ്റ്റാർഡിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കസ്റ്റാർഡിൻ്റെ മിക്സ് പാലിലേക്ക് ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം. എട്ട് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര ബ്രെഡ് വേണമെന്നുള്ളത് നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും. ചെറിയ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 2 എണ്ണത്തിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും മതി. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ബ്രെഡ് കസ്റ്റാർഡ് മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഈ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. കസ്റ്റാർഡ് മിക്സിന് ചെറിയൊരു ചൂടുണ്ടായിരിക്കണം. അപ്പോൾ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും മുഴുവൻ ബ്രെഡ് വെക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് കൊള്ളുന്ന രീതിയിൽ ചെറിയ പീസാക്കി കൊടുക്കാം. ബ്രെഡ് വെച്ചതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ചെറിയ ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വിപ്പിംഗ് ക്രീം ഒന്ന് പരത്തി കൊടുക്കാം. വിപ്പിംഗ് ക്രീമൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ വല്ല നട്ട്സും ഉണ്ടെങ്കിൽ അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബദാം കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്, ഓപ്ഷണലാണ്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്രെഡ് കസ്റ്റാർഡ് മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിളും നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള നട്ട്സും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. കുറഞ്ഞതൊരു 3-4 മണിക്കൂറെങ്കിലും വെക്കണം. ഇത് ചെറിയൊരു പാത്രം ആയതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലും കൂടി പുഡിങ് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. വീഡിയോയും ഫോട്ടോയും എടുക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്